അപ്പോഴേക്കും റയാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. മമ്മി, മോള്. ഷീതു അവളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. വന്നേ അമ്മച്ചിയുടെ പൊന്ന്. അതും പറഞ്ഞ് മരിയ അവളെ രണ്ട് കൈയും നീട്ടി വിളിച്ചു. റയാൻ അവളെ അവരുടെ കയ്യിലേക്ക് കൊടുത്തു. അവർ കുഞ്ഞിനെ തൻ്റെ മടിയിലേക്ക് എടുത്തതിന് ശേഷം അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു. ഒരുപാട് തവണ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും കൊഞ്ചിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും അറിഞ്ഞില്ല ഇതെൻ്റെ മകളുടെ കുഞ്ഞായിരിക്കുമെന്ന്. അവർ നിറകണ്ണുകളോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അത് കേട്ട് എല്ലാവർക്കും സങ്കടമായി. ഞാൻ ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ടാവും മോളെ. അതുകൊണ്ടല്ലേ ദൈവം നിന്നെ എൻ്റെ കൈകളിൽ തന്നിട്ട് ആരൊക്കെ ചേർന്ന് എന്നിൽ നിന്നും തട്ടിയെടുത്തത്. എവിടെയോ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കാണാൻ പറ്റാതെ അത്രയും കാലം അനുഭവിച്ച നരകം എനിക്ക് മാത്രമേ അറിയൂ. മരിയ വീണ്ടും വിതുമ്പി. കഴിഞ്ഞതൊന്നും ഇനി ഓർക്കല്ലേ മമ്മി. ഇപ്പതാ മമ്മിയുടെ മുമ്പിൽ തന്നെയില്ലേ ചേച്ചി. സോണി അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ശരിയാ മമ്മി, അനാഥത്വം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ചുറ്റിനും എന്നെപ്പോലെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതിലൊരാളായി ഞാനും മാറി. എന്നാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇച്ചായനെയും ഇവിടുത്തെ മമ്മിയും എൻ്റെ അനിയന്മാരും ഒക്കെ തന്ന സ്നേഹം കുറവൊന്നും അല്ലായിരുന്നു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛനെയും എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയെയും കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മനസ്സിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഇവരോട് ആരോടും ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമാണെന്ന് കരുതി അത് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ കുഴിച്ചു മൂടി. പക്ഷേ മാതാവ് എനിക്ക് ആഗ്രഹം സാധിച്ചു തന്നു. ഷീതു മമ്മിയുടെ തോളിലേക്ക് തലചായ്ച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു. കൊച്ചുകുട്ടിയെ പോലെ മരിയ അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്നു. അല്പസമയത്തെ സംസാരത്തിന് ശേഷം ചാർലിയുടെ മമ്മിയും ഷീതുവും കൂടി ഭക്ഷണമൊക്കെ വിളമ്പാൻ തുടങ്ങി. സോണിയും അവർക്കൊപ്പം കൂടി. എന്തൊക്കെയാ ചേച്ചി ഉണ്ടാക്കിയത്? നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ. സോണി അടുക്കളയിലെ പാത്രങ്ങൾ തുറന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ. അവളൊരു പുഞ്ചിരിയോടെ തൻ്റെ അനിയത്തിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എൻ്റെ ചേച്ചി എന്ത് വെച്ച് തന്നാലും അതിന് നല്ല സ്വാദായിരിക്കും. ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. പതിവിലും വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണമായിരുന്നു അന്ന് ഒരുക്കിയിരുന്നത്. കപ്പയും മീൻകറിയും ചിക്കൻ റോസ്റ്റും പിന്നെ ഷീതുവിൻ്റെ വക സ്പെഷ്യൽ പായസവും. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ വീട് ശരിക്കും ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. എത്ര കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആഹാരം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് കൈ കഴുകുമ്പോൾ മരിയ ചാർലിയുടെ മമ്മിയോട് പറഞ്ഞു. ഇനി എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും ആൻറ്റി. ആരും ഒന്നിനും ഒരു തടസ്സവും നിൽക്കാൻ പോകുന്നില്ല. ക്രിസ്റ്റീൻ പറഞ്ഞു. അവിടെ ഇച്ചായ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരുടെയും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാത്തൊരു സ്വാദ് തോന്നുക. ഒപ്പം മനസ്സിന് സന്തോഷവും. അവർ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ചു. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയപ്പോഴാണ് റയാൻ ആ വിഷയം വീണ്ടും എടുത്തിട്ടത്. അല്ല സോണി, പപ്പ ഇപ്പോൾ എവിടെയാ? നിങ്ങളിങ്ങോട്ട് പോകുന്നത് പപ്പ അറിഞ്ഞിട്ടില്ലല്ലോ? അവൻ സംശയത്തോട് ചോദിച്ചു. പപ്പ രാവിലെ ഓഫീസിൽ പോയി. വൈകിട്ട് തിരികെ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിലെത്തണം. സോണി അവനെ നോക്കി മറുപടി പറഞ്ഞു. നിങ്ങൾ ഇവിടേക്ക് വന്നത് അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും അല്ലേ? ചാർലി സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. അതെന്തായാലും ഉണ്ടാകും. അത് കേട്ട് സോണി മറുപടി പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമുള്ള അമ്മയുടെയും മകളുടെയും ആ ഒത്തുചേരൽ ആ വീടിനെ മുഴുവൻ ആനന്ദക്കണ്ണീരിലാഴ്ത്തിയിരുന്നു. കുറേ നേരം അവരെല്ലാവരും സംസാരിച്ചിരുന്നു. ശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്തുകൊണ്ടും സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അന്ന് ചാർലിയുടെ വീട്ടിലുണ്ടായിരുന്നത്. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതും ചാർലി പറഞ്ഞത് പ്രകാരം ഷീതു തൻ്റെ മമ്മിയെയും സോണിയെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. അവർക്ക് മാത്രമായി കുറച്ച് നിമിഷങ്ങൾ. അതായിരുന്നു ചാർലി ഉദ്ദേശിച്ചത്. ഷീതു മമ്മിയുടെ മടിയിൽ തലചായ്ച്ച് തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ മാതൃസ്നേഹം അവൾ അനുഭവിക്കുകയായിരുന്നു. സോണിയും അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവർ മൂന്നുപേരും കൂടി ആരുടെയും ശല്യമില്ലാതെ റൂമിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. മരിയയ്ക്ക് ആകെ ഒരു സന്തോഷം തോന്നി. രണ്ടു മക്കളും തൻ്റെ മടിയിൽ കിടക്കുന്നു. ഒരിക്കലും താൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച അതായിരുന്നു ഇപ്പോൾ അവർ കൺമുൻപിൽ കാണുന്നത്. മോളെ, ഇസുവിന് ഇപ്പം എത്ര വയസ്സായി? മരിയ അവളെ നോക്കി വാത്സല്യത്തോട് ചോദിച്ചു. 2.5 കഴിഞ്ഞു മമ്മി. പാല് കൂടി ഇതുവരെ നിർത്തിയിട്ടില്ല. രാത്രി അവൾക്കത് നിർബന്ധമാണ്. എന്നിട്ട് ഒരു ദിവസം അവൾക്ക് പാല് കൊടുക്കാതെ മാറ്റി കിടത്തി നോക്കി, പപ്പയുടെയും മമ്മിയുടെയും കൂടെ. പക്ഷെ അവളൊന്നും ഉറങ്ങിയില്ല. ഷീതു അവരോട് തിരികെ പറഞ്ഞു. ഇനി പാലുകൂടി നിർത്തണം മോളെ. നിങ്ങൾക്കൊരു കുഞ്ഞും കൂടി വേണ്ടേ? ചാർലിക്കും അത് ആഗ്രഹം കാണില്ലേ? നിന്നോട് പറയാൻ ചിലപ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവർ പറയുന്നത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. ഇച്ചായൻ തന്നെയാ പറഞ്ഞത് ഇസുവിന് 4-5 വയസ്സാകുന്നത് വരെ അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ടെന്ന്. ഷീതു അവരെ രണ്ടുപേരെയും നോക്കി മറുപടി പറഞ്ഞു. അല്ലെങ്കിലും അവൻ നിന്നെ മനസ്സിലാക്കുന്നത് പോലെ ലോകത്ത് ആരും നിന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് സത്യമല്ലേ? അവർ വീണ്ടും ചോദിച്ചതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി. അവരവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി ഇസുവിനെ ഹാളിലിരുത്തി കളിപ്പിക്കുകയാണ് ചാർലിയുടെ മമ്മി. ചാർലിയും മറ്റുള്ളവരും അവരുടെ ഒപ്പമുണ്ട്. അപ്പോഴാണ് മുറ്റത്തൊരു ബൈക്ക് വന്ന് നിന്നത്. സൗണ്ട് കേട്ടതും റയാൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നു. ആരാടാ റയാൻ? ചാർലി അവൻ്റെ പുറകെ ചെന്ന് ചോദിച്ചു. പോസ്റ്റ്മാനാ ചേട്ടായി. റയാൻ തലചരിച്ച് വെച്ച് അവനെ നോക്കി മറുപടി പറഞ്ഞു. അയാൾ ബൈക്ക് കൊണ്ടുവന്ന് വീടിൻ്റെ മുൻപിലായിട്ട് നിർത്തി. ശീതൾ? അവൾ സംശയത്തോട് ചോദിച്ചു. ഉണ്ട്, എൻ്റെ വൈഫാണ്. ചാർലി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പറഞ്ഞു. ഒരു പോസ്റ്റ് ഉണ്ട്, ആളിനെ വിളിക്കാവോ? ആളിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം. പോസ്റ്റ്മാൻ പറയുന്നത് കേട്ട് ചാർലിയും റയാനും പരസ്പരം നോക്കി. അവർക്ക് രണ്ടുപേർക്കും എന്താണെന്ന് മനസ്സിലായില്ല.
ഞാൻ വിളിച്ചോണ്ട് വരാൻ ചേട്ടായി. അതും പറഞ്ഞ് റയാൻ അകത്തേക്ക് കയറിപ്പോയി. എന്താ റയാൻ? അവൻ മുകളിലേക്ക് പോകുന്നത് കണ്ട് മമ്മി അവനോട് ചോദിച്ചു. അവൾക്കൊരു ലെറ്റർ വന്ന കാര്യം അവൻ അവരോട് പറഞ്ഞതിന് ശേഷം അവൻ ഷീതുവിനെ വിളിക്കാൻ പോയി. തൻ്റെ മമ്മിയുടെ മടിയിൽ കിടന്ന് വിശേഷങ്ങളൊക്കെ പറയുകയാണ് ഷീതു സോണി. റയാൻ വാതിൽ മുട്ടിയതും അവൾ ചെന്ന് വാതിൽ തുറന്നു. ചേച്ചിക്ക് ഒരു ലെറ്റർ ഉണ്ട്. ചേട്ടത്തിയുടെ കയ്യിൽ തന്നെ തരണമെന്ന് പോസ്റ്റ്മാൻ പറഞ്ഞത്. ചേട്ടായി അവിടെ നോക്കി നിൽക്കുന്നുണ്ട്, അങ്ങോട്ടേക്കൊന്ന് വരുമോ? റയാൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തനിക്ക് ആര് ലെറ്റർ അയക്കാനാണെന്നുള്ള സംശയമായിരുന്നു അവൾക്ക്. എനിക്കോ? എനിക്കാര് നോട്ടീസ് അയക്കാൻ? ഷീതുവിൻ്റെ നെഞ്ചിടിപ്പ് കൂടി. അറിയില്ല, അവൻ അവളെ നോക്കി പറഞ്ഞു. അങ്ങനെയൊരു സംഭവം കേട്ടതും അവർ 3 പേരും കൂടി താഴേക്ക് ഇറങ്ങി ചെന്നു. അവൾ പോസ്റ്റ്മാൻ്റെ അടുത്ത് ചെന്ന് ഒപ്പിട്ടതിന് ശേഷം ആ ലെറ്റർ കൈപ്പറ്റി. പിന്നെ സംശയത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ആ ലെറ്റർ പൊട്ടിച്ചു. അതിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ കണ്ടതും ഷീതുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവളുടെ കയ്യിലിരുന്ന പേപ്പർ പോലും വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മുഖത്തെ ഭാവം കണ്ടതും ചാർലി പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങിച്ചതിന് ശേഷം വായിച്ചു നോക്കി. എന്താ ചേട്ടായി? അവൻ്റെ മുഖം മാറുന്നത് കണ്ട് അവർ സംശയത്തോട് ചോദിച്ചു. അപ്പോഴേക്കും ഇവരുടെ 3 പേരുടെയും അനക്കമൊന്നുമില്ലാഞ്ഞതും എല്ലാവരും സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നിരുന്നു. ലീഗൽ നോട്ടീസാണ്. ആദം അയച്ചതാ. കുഞ്ഞിനെ അവന് വിട്ടുകൊടുക്കണമെന്ന്. ചാർലി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും ഷീതു ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഷീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മരിയ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ചേച്ചി കരയാതെ, അങ്ങനെയൊന്നും നമ്മുടെ കുഞ്ഞിനെ അയാൾ കൊണ്ടുപോവില്ല. സോണിയും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഷീതുവിൻ്റെ മനസ്സ് അവരുടെ ആശ്വാസവാക്കുകളിൽ അടങ്ങുന്നതല്ലായിരുന്നു. അവൾക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ വല്ലാത്തൊരു ഭയം തോന്നി. ഇങ്ങനൊരു നോട്ടീസ് അവൻ അയക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ലായിരുന്നു. പക്ഷെ റിൻസി ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിനെപ്പറ്റി അവൻ ചിന്തിക്കുക കൂടി ചെയ്യില്ലായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നി. അവളുടെ മരണവും കൂടിയാകാം അവനിൽ അങ്ങനെ ഒരു വാശി വരാൻ കാരണമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഹാളിലേക്ക് ചെന്ന ഷീതു അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് വെച്ചു. ചീത്തു, എന്താ? കുഞ്ഞു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ കുഞ്ഞിൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. എല്ലാവരും അവളെയും കുഞ്ഞിനെയും നോക്കിയതിനു ശേഷം പരസ്പരം നോക്കുകയായിരുന്നു. അവളുടെ ആ പ്രവൃത്തി എല്ലാവരെയും കണ്ണീരണിയിച്ചു. നന്നായിട്ട് പേടിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അയാൾ അങ്ങനെ ഒരു കേസ് കൊടുത്ത സ്ഥിതിക്ക് അയാൾക്കും കുഞ്ഞിന് അവകാശം കാണില്ലേ? അപ്പോൾ കോടതി എന്തായിരിക്കും പറയാൻ പോകുന്നത്? ആഴ്ചയിലെ 2 ദിവസം അയാളുടെ ഒപ്പം വിടാനോ മറ്റോ അങ്ങനെയൊക്കെ കോടതി പറയായിരിക്കും അല്ലേ? ഋഷി തൻ്റെ അടുത്ത് നിന്ന സോണിയെ നോക്കി പറഞ്ഞു. ഒന്നും അറിയില്ലടി, എനിക്ക് സത്യത്തിൽ പേടി തോന്നുന്നുണ്ട്. ചേച്ചിയെ സമാധാനിപ്പിച്ചെങ്കിലും ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അയാളുടെ കുഞ്ഞല്ലേ ഇത്. ചാർലി ചായനെ എങ്ങനെയൊക്കെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും നാളെ ഒരു സമയം ഇവളും ചേച്ചിയോട് തിരികെ ചോദിച്ചാലോ? അവളുടെ സ്വന്തം അപ്പനിൽ നിന്നും എന്തിനാ അവളെ അകറ്റിയെന്ന് സോണി പതിയെ അവളോട് പറഞ്ഞു. അത് കേട്ട് അവൾക്കും അത് ശരിയാണെന്ന് തോന്നി. ഷീതുവിനെ അകത്ത് എല്ലാവരും ആശ്വസിപ്പിക്കുന്ന തിരക്കിലായിരുന്നുവെങ്കിൽ ആൺപിള്ളേർ 3 പേരും ഇതിനെപ്പറ്റിയുള്ള ചർച്ച പുറത്ത് നടത്തിയിരുന്നു. ഇങ്ങനൊരു ലെറ്റർ വന്നതിന് ശേഷം ചാർലി അകത്തേക്ക് കയറിപ്പോയില്ല. അവൻ പുറത്തേക്കായിരുന്നു പോയത്. ആൺപിള്ളേരും അവൻ്റെ ഒപ്പം തന്നെ ചെന്നു. അവൻ എന്ത് യോഗ്യതയുണ്ടായിട്ടാ ചാർലി അവനിപ്പോൾ കുഞ്ഞിനെ ചോദിച്ചു വരുന്നത്? അന്ന് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഇല്ലാതിരുന്ന സ്നേഹമാണോ ഇപ്പോഴാണോ ഇവള് അവൻ്റെ കുഞ്ഞാണെന്നുള്ള ബോധ്യം അവന് ഉണ്ടായത്? ക്രിസ്റ്റി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. എനിക്കവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട്. അവൻ എൻ്റെ മുന്നിലെങ്ങാനും ആയിരുന്നെങ്കിൽ 2 കൊടുത്തേനെ ഞാൻ. റയാൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവനും ആകെ ദേഷ്യം തോന്നി. ഇതിലെന്തോ ഒരു പ്ലാൻ അവനുണ്ട്. നമ്മളിത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ചേട്ടായി. നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു വക്കീലിനെ പോയി കാണാം. നിയമപരമായി തന്നെ ഇതിനെ നേരിടണം. റയാൻ ചാർലിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എടാ, നമുക്ക് അവൻ്റെ വീട്ടിലേക്കൊന്ന് പോയാലോ? അവനെ നേരിട്ട് കണ്ട് 2 സംസാരിക്കണമായിരുന്നു. ക്രിസ്റ്റി ചാർലിയെ നോക്കി. ചാർലി ഒന്നും മിണ്ടാതെ ആലോചനയിലാണ്ട് നിൽക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് കടുത്ത ഗൗരവമായിരുന്നു. ക്രിസ്റ്റി, പുറകിൽ നിന്നും അവൻ്റെ പപ്പയുടെ ശബ്ദം കേട്ടതും അവർ 3 പേരും തിരിഞ്ഞു നോക്കി. നിങ്ങൾ 3 പേരും എന്താ ഒന്നും അറിയാത്തതുപോലെ ഇവിടെ വന്ന് നിൽക്കുന്നേ? അവൻ കളത്തിലിറങ്ങി തുടങ്ങി. ഇനി അവനെ നമ്മൾ പേടിച്ചേ പറ്റുള്ളൂ ചാർലി. കാരണം അറിയാലോ നിനക്ക്, എത്രയൊക്കെ നമ്മുടെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും അത് അവൻ്റെ ചോരയാണ്. മറ്റാരേക്കാളും അവകാശം അവളുടെ കാര്യത്തിൽ അവനുണ്ട്. പപ്പ അവനെ നോക്കി പറഞ്ഞു. ഞങ്ങളും അത് തന്നെയാണ് പപ്പ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ കുഞ്ഞിനെ കൊണ്ടേ പോകുള്ളൂ എന്നതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചത്. അപ്പോൾ നമ്മളും ഒരു വക്കീലിനെ കണ്ടുപിടിക്കണ്ടേ പപ്പേ? അതും അവന് മുകളിൽ വാദിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെ. ക്രിസ്റ്റി പറയുന്നത് കേട്ട് അവർക്കും അത് ശരിയാണെന്ന് തോന്നി. ചാർലി, നീ എന്താടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? പപ്പ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല പപ്പേ, വക്കീലിനെ കാണാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ ഒന്ന് ചെന്ന് കാണാം. വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അവനും പറഞ്ഞു. എങ്കിൽ ഇന്ന് തന്നെ നീ വിളിക്കവനെ, നാളെ തന്നെ കാണണമെന്ന് പറയും. പപ്പ വീണ്ടും പറഞ്ഞു. അതിനവനൊന്ന് മൂളി. നീ അകത്തേക്ക് വാ. അവിടെ അവൾ ഭയങ്കര കരച്ചിലാണ്, കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചിട്ട്. എല്ലാവരും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിനക്കറിയാലോ അവളുടെ സ്വഭാവം, കരഞ്ഞുകൊണ്ടിരിക്കുക. പപ്പ പറയുന്നത് കേട്ട് അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. വാ, അയാൾ വീണ്ടും വിളിച്ചു. അവൻ അയാളുടെ ഒപ്പം അകത്തേക്ക് നടന്നു. അകത്ത് ഇസുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരയുകയായിരുന്നു ഷീതു. മോളെ, നീ ഇങ്ങനെ കരയാതെ, അങ്ങനെയൊന്നും കുഞ്ഞിനെ അവന് കിട്ടില്ല. ചാർലിയുടെ മമ്മി അവളെ സമാധാനിപ്പിച്ചു. അതെ ചേച്ചി, നമ്മുടെ ഇസുവിനെ അയാൾ കൊണ്ടുപോവില്ല. അങ്ങനെ നമ്മൾ സമ്മതിക്കുമോ? ചാർലി ചായനൊക്കെ എന്തേലും ചെയ്തോളും. ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക, ഋഷിയും പറഞ്ഞു.
മോളെ നീ കരയല്ലേ? മരിയം അവളെ ആശ്വസിപ്പിച്ചു. ഷീത പെട്ടെന്ന് കണ്ണുകൾ തുടച്ചുകൊണ്ട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. ഞാൻ എൻ്റെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അന്ന് എല്ലാവരുടെയും മുമ്പിൽ എന്നെയും എൻ്റെ വയറ്റിലുണ്ടായിരുന്ന ഇവളെയും തള്ളിപ്പറഞ്ഞ് വേണ്ടെന്ന് വെച്ചത് അയാൾ. അന്നെനിക്ക് ആരുമില്ലായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നെൻ്റെ മോൾക്കൊരു പപ്പയുണ്ട്. അവൾ പപ്പയെന്ന് വിളിച്ചത് ആരെയാണോ ആ മനുഷ്യൻ തന്നെ അവളുടെ പപ്പ. അതെൻ്റെ ഇച്ചായനാ. അവൾ ചാർലിയുടെ മകളായി തന്നെ ഇവിടെ വളരും. ആർക്കും കൊടുക്കില്ല ഞാൻ ഇവളെ. ആ നിമിഷം അവളുടെ ശബ്ദത്തിൽ ഭയത്തേക്കാൾ കൂടുതൽ ദൃഢതയുണ്ടായിരുന്നു. അത്രയും പറഞ്ഞു തീർത്തപ്പോഴേക്കും അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിരുന്നു. വിതുമ്പലോടെ അവൾ കുഞ്ഞിനെയും എടുത്ത് വേഗത്തിൽ മുകളിലെ റൂമിലേക്ക് ഓടിപ്പോയി. എല്ലാവർക്കും അത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. മോളെ, മരിയ അവളെ പുറകിൽ നിന്നും വിളിച്ചു. പക്ഷെ അവളത് കേൾക്കാൻ നിന്നില്ല. അപ്പോഴാണ് ചാർലി മറ്റുള്ളവരും അങ്ങോട്ടേക്ക് കയറി വന്നത്. അവൻ അവിടേക്ക് നോക്കുന്നത് കണ്ട് അവളെ നോക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. മോനെ, ഞങ്ങൾ ആരും പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ചാർലിയുടെ മമ്മി അവനെ നോക്കി പറഞ്ഞു. ഞാൻ പോയി നോക്കാം. അവരോട് പറഞ്ഞിട്ട് അവനും മുകളിലേക്ക് നടന്നു. സന്തോഷത്തോടെ ഇരുന്നതാ എൻ്റെ കുട്ടി. ഇങ്ങനൊരു സങ്കടം പെട്ടെന്നുണ്ടാവുമെന്ന് കരുതിയില്ല. മരിയ സങ്കടത്തോടെ എല്ലാവരെയും നോക്കി. ആൻറ്റി വിഷമിക്കണ്ട. അത് പെട്ടെന്ന് കേട്ടതിൻ്റെയും കണ്ടതിൻ്റെയും ഒക്കെ ഷോക്കാ ചേട്ടത്തിക്ക്. എന്തായാലും കുഞ്ഞിനെ അയാൾക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അതിന് എന്ത് ചെയ്യേണ്ടി വന്നാലും ഞങ്ങളത് ചെയ്തിരിക്കും. റയാൻ അവരെ നോക്കി സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ചാർലി പതുക്കെ റൂമിലേക്ക് നടന്നു. ബെഡിൽ ലിസുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു ഷീതു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ചീത്തു എന്തിനാ കൈയെന്നെ? ഞാനെങ്ങും പോയില്ലല്ലോ. കുഞ്ഞവളുടെ കവളിൽ കൂടി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരൊന്ന് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അമ്മയും അപ്പയും വിട്ടിട്ട് നീ പോവല്ലേ കുഞ്ഞ. അപ്പയ്ക്ക് മോളില്ലാതെ പറ്റില്ല. അവൾ കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എവിടെ പോവാനാ ചീത്തു? അവൾ തിരികെ സംശയത്തോട് ചോദിച്ചു. എന്നാൽ അതിന് ഷീതുവിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അവൻ റൂമിലേക്ക് വന്നതും അവളുടെ അടുത്ത് ചെന്ന് നിന്നതോ ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഷീതു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നതിന് ശേഷം അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. അവനെ കണ്ടതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ചായ, എനിക്ക് പേടിയാവുന്നു. അയാൾ എൻ്റെ അല്ല, നമ്മുടെ കുഞ്ഞിനെ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുമോ ചായ? അവൾ പേടിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, നമ്മുടെ കുഞ്ഞിനെ ആരും ഇവിടെ നിന്ന് എങ്ങും കൊണ്ടുപോയില്ല. നീ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നേ? നിൻ്റെ കൂടെ ഞാനില്ലേ? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അവൻ വക്കീലാണ്. വൈകിട്ട് അവനെ ഒന്ന് വിളിക്കണം. പറ്റുമെങ്കിൽ നാളെ തന്നെ ചെന്ന് കണ്ട് സംസാരിക്കണം. എങ്കിൽ ഇച്ചായ ഇപ്പോൾ ഒന്ന് വിളിക്ക്. ഇപ്പം തന്നെ വിളിച്ച് ചോദിക്ക്, കുഞ്ഞിനെ അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോയെന്ന്. അവൾ ആവലാതിയോടുകൂടി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ചാർലി അവളുടെ ആ കൈകളിൽ അമർത്തി ചുംബിച്ചു. നീ എന്തിനാടി ഇങ്ങനെ പേടിക്കുന്നേ? നിൻ്റെ ഇച്ചായൻ ഇവിടെ ഉള്ളപ്പോൾ ആദോന്നല്ല ആര് വന്നാലും നമ്മുടെ ഇസുവിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. കേസ് കോടതി പോട്ടെ, നമുക്ക് നോക്കാം. നിയമത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ അവനുള്ള മറുപടി കൊടുക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. ചാർലി അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. തൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടക്കുന്ന ഷീതുവിൻ്റെ മുടിയിഴകളിൽ തലോടുമ്പോൾ ചാർലിയുടെ കണ്ണുകളിൽ ആദത്തോടുള്ള കടുത്ത പ്രതികാരമായിരുന്നു. കുഞ്ഞിനെ ഒരിക്കലും അവന് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറപ്പും അവനുണ്ടായിരുന്നു.